ഹായ് ഫ്രണ്ട്സ്, രജിസ് കാക്കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു പുതിയൊരു എപ്പിസോഡായിട്ടാണ് വന്നേക്കണം. ടാറ്റ പഞ്ച് EV എന്നുള്ളൊരു മോഡലാണ്. ശരിക്കും ഒരു പഞ്ച് തന്നെയാണ് ശരിക്കും പറയാൻ പറ്റും നമുക്ക്. ടാറ്റ ഓരോ തവണയും വെറൈറ്റി കാർസായിട്ടാണ് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ടാറ്റ പഞ്ച് കാണുമ്പോൾ നമുക്ക് പഴയ ഒരു രീതിയിലുള്ള പഞ്ച് തന്നെയാണ് നമുക്ക് കറക്റ്റായിട്ട് തോന്നും. പക്ഷേ ഫ്രണ്ട് ലുക്ക് കണ്ടു കഴിഞ്ഞാൽ നെക്സോണിൻ്റെ ഒരു സെയിം ഷേപ്പാണ് നമുക്ക് തോന്നും. പക്ഷേ അടിമുടി മാറിയിരിക്കുന്നൊരു വണ്ടിയാണ് നമ്മുടെ ടാറ്റ പഞ്ച് EV എന്ന് പറയാം നമുക്ക്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏതൊരു സാധാരണക്കാർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു EV എന്ന് പറയുന്ന ഒരു വാഹനമാണ്. 17 ലക്ഷമാണ് ഇതിന് ടോപ്പ് എൻഡ് മോഡലിന് വരുന്നത്. പക്ഷേ ഇതിൻ്റെ താഴെ വരുന്ന മോഡലിന് 11 ലക്ഷമാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ വാഹനം പൂർണ്ണമായിട്ടും EV പ്ലാറ്റ്ഫോമാണ്. EV പ്യുവർ പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അഥവാ നോർമൽ ടാറ്റയുടെ വാഹനങ്ങൾ പെട്രോളും ഡീസൽ വേരിയൻറ്റുകളിലും വേറൊരു പ്ലാറ്റ്ഫോമാണെങ്കിൽ ഇതൊരു പ്യുവർ ഡെഡിക്കേറ്റഡ് EV ആക്റ്റീവ് പ്ലാറ്റ്ഫോമിലാണ് നമുക്കിത് വരുന്നത്. ഈ വാഹനം പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ പഞ്ചിൻ്റെ അതേ ലുക്കായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഒരു ഡൈനാമികത വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എയറോ ഡൈനാമിക്സ് കൂടുതലാണ് നമുക്ക് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ള ഈ ഒരു പറയുന്ന മോഡല് ലോങ് റേഞ്ച് LR എന്ന് കമ്പനി വിളിക്കുന്ന വേരിയൻ്റാണ്. ഇതിൻ്റെ റേഞ്ച് വരുന്നത് 421 കിലോമീറ്റർ റേഞ്ചാണ് 35 കിലോ വോൾട്ടിൽ. ഇതിൻ്റെ താഴെ വരുന്ന എൻട്രി ലെവൽ മോഡലാണ് 25 കിലോ വോൾട്ടിൻ്റെ 315 കിലോമീറ്റർ റേഞ്ച് വരുന്നത്. നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു LED സ്ട്രിപ്പ് നമുക്ക് നീളത്തിൽ ഇതിൽ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള നമുക്ക് നെക്സോണിൽ കാണുന്ന പോലെ തന്നെ ഒരു LED സ്ട്രിപ്പാണ് നമുക്കിതിൽ പോകുന്നത്. പിന്നെ മെയിനായിട്ട് നമുക്കൊരു എടുത്ത് പറയാനായിട്ടുള്ളത് നമുക്കൊരു ഇതിൻ്റെ ഒരു ലോഗോയാണ്. ഈ ലോഗോയ്ക്കുള്ളിൽ തന്നെയാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത്. അത് നമുക്ക് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആ ലോഗോൻ്റെ ഉള്ളിലുള്ള ഒരു ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത്. വെച്ചാൽ നമുക്ക് വണ്ടി ഓടിച്ചിട്ട് വീട്ടിൽ ഫ്രണ്ടിൽ കയറ്റുമ്പോൾ തന്നെ നമുക്ക് ആ ചാർജിങ് സെറ്റപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്കിതിൽ ഇങ്ങനെ അടക്കാനും പറ്റും. പിന്നെ ഇതിൻ്റെ താഴെ വരുമ്പോൾ നമുക്കൊരു ക്യാമറ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു എയർ വെൻറ്റും നമുക്ക് ചെറുതായിട്ട് ഒരു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എയർ ഡാമും വലുതായിട്ട്, പിന്നെ ഒരു സ്കിഡ് പ്ലേറ്റും നമുക്കിതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത്. ഇതിൻ്റെ താഴെ തന്നെയാണ് നമുക്കൊരു കോർണറിങ് ഫോഗ് ലാമ്പ് നമുക്ക് വരുന്നുണ്ട്. നമുക്കൊരു സ്റ്റിയറിംഗ് വീല് നമുക്ക് തിരിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഈ ആളും ചെറുതായിട്ട് നമുക്ക് കുറച്ചും കൂടി ലൈറ്റും കാര്യങ്ങളും കൊടുക്കും. നമുക്കിതിൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ ഒറ്റ ഒരു ഇതിൽ പഞ്ച് തന്നെയാണ്, നമ്മുടെ നോർമൽ പഞ്ച് പോലെ തന്നെയാണ്. പക്ഷേ ഇതിൽ മെയിനായിട്ട് നമുക്കൊരു 16 ഇഞ്ചിൻ്റെ അലോയ്സ് നമുക്ക് വരുന്നുണ്ട്. കറക്റ്റ് EVക്ക് വേണ്ടി മാത്രമായിട്ട് നിർമ്മിച്ച ഒരു അലോയ്സാണ്. ഇതിൽ നമുക്ക് എയറോ ഡൈനാമിക് ആയിട്ടുള്ള ഒരു അലോയ്സാണ് ഇതിൽ വരുന്നത്. നമുക്കൊരു അലൂമിനിയം ഫിനിഷും ഒരു ബ്ലാക്ക് ഫിനിഷും ഉള്ള ഒരു അലോയ്സാണ്. പിന്നെ 4 ഡിസ്ക് ബ്രേക്കാണ് നമുക്കിതിൽ വരുന്നത്. നമുക്ക് ഈ വീൽ ആർച്ചിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാഡിങ് നമുക്ക് അറ്റം വരെ പോകുന്ന കാണാം. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്കൊരു .EV എന്നൊരു ബാഡ്ജിങ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ളൊരു മിററാണ് നമുക്കിതിൽ കൊടുത്തത്. തൊട്ട് താഴെയായിട്ട് നമുക്കൊരു ക്യാമറയും 360 ഒരു ക്യാമറയും നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലത്തെ ഡോർ ഹാൻഡിൽ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമ്മൾ പണ്ട് മുതൽ നമ്മളൊരു ഷവറിലെ ബീറ്റിൽ കണ്ടുവരുന്നൊരു സെയിം സംഭവമാണ്. പിന്നെ ഒരു നല്ല ബോഡി പവർ ലൈൻസും കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു മസിൽ പവറാണ് ഇതിൽ ആ ഒരു പഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്കിതിൻ്റെ തൊട്ട് ഇവിടെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. 50 ലക്ഷം കാറ് വിറ്റതിൻ്റെ ഒരു കാര്യമാണ് ഇതിലൊരു ബാഡ്ജ് കൊടുത്തിട്ടുള്ളത്. അത് 1998 തുടങ്ങി 2023 വരെയും 50 ലക്ഷം കാറാണ് നമ്മുടെ ടാറ്റ വിറ്റിട്ടുള്ളത്. അതിൻ്റെ ഒരു ബാഡ്ജിങ്ങാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിലേക്ക് നമുക്ക് പോവാം. ബാക്കിൽ വരുമ്പോൾ നമുക്കൊരു ആരോ ഫിനിഷിങ്ങിലുള്ളൊരു ടെയിൽ ലാമ്പാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. അതും നമുക്കൊരു EVനെ ആസ്പദമാക്കിയിട്ട് കാണിക്കുന്ന ഒരു ടെയിൽ ലാമ്പാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. ഷാർക്ക് ഫിൻ ആൻറ്റിന വരുന്നുണ്ട്, ഇൻഡിക്കേറ്റ് സ്പോയിലർ വരുന്നുണ്ട്, പിന്നെ ഡീഫോഗർ വരുന്നുണ്ട് നമുക്ക്. പിന്നെ ഒരു വൈപ്പർ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഇവിടെ ഒരു പഞ്ച് .EV എന്നൊരു ബാഡ്ജ് നമുക്ക് വരുന്നുണ്ട്. ബാക്കിൽ നമുക്കൊരു 360 ക്യാമറ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ബമ്പറിൻ്റെ ഇതിൽ വരുമ്പോൾ നമുക്കൊരു അലൂമിനിയം ഫിനിഷിംഗ് ഉള്ളൊരു സ്കിഡ് പ്ലേറ്റ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ബൂട്ട് സ്പേസും കാര്യങ്ങളാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്ന 366 ലിറ്റർ ബൂട്ട് സ്പേസാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ സ്പെയർ വീല് വരില്ല.
അതിന് പകരമായിട്ടാണ് നമുക്കൊരു ടയർ റിപ്പയർ കിറ്റാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. സ്പെയർ വീലിന് എക്സ്ട്രാ എമൗണ്ടാണ് നമുക്കിതിൽ വരുന്നത്. ഒരു ചാർജിങ് കേബിൾ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചിൻ്റെ ഇൻറ്റീരിയറിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് കേൾക്കാം. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ വരുന്നത്. നല്ല അടിപൊളി ഇൻറ്റീരിയറാണ്. നല്ലൊരു വൈറ്റ് കളറും ബ്ലാക്ക് ഷെയ്ഡിലുള്ളൊരു ഡാഷാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഡ്രൈ ആരോ പാറ്റേൺ നമുക്കൊരു ചെറുതായിട്ട് നമുക്കിതിൽ കാണാൻ സാധിക്കും. നമുക്ക് ഡോർ പാഡിലേക്ക് പോയാലും അവിടെയും ഒരു വൈറ്റും ബ്ലാക്കും ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്കതിൽ കൊടുത്തത്. 2 ബോട്ടിൽസ് നമുക്കതിൽ വെക്കാം. പിന്നെ ഒരു ചെറിയ ട്വിറ്ററും പിന്നെ നമുക്കൊരു വലിയൊരു സ്പീക്കറും നമുക്കതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ടതായിട്ടാണ് നമ്മുടെ ഒരു ഇൻഫോടൈം സിസ്റ്റവും പിന്നെ നമ്മുടെ മീറ്റർ കൺസോളും. അതും 10.25 ഇഞ്ചസിൻ്റെ 2 സ്ക്രീനാണ്. അത്യാവശ്യം നല്ല റെസൊല്യൂഷനുള്ള 2 സ്ക്രീൻസാണ് ഇതിൽ വരുന്നത്. അതിൻ്റെ കണക്ടിവിറ്റീസിൻ്റെ കാര്യമാണ് മെയിനായിട്ട് എനിക്കിതിൽ പറയാനായിട്ടുള്ളത്. അത്യാവശ്യം അടിപൊളി കണക്ടിവിറ്റീസാണ്. നമ്മുടെ OTT പ്ലാറ്റ്ഫോം, അലക്സ പോലത്തെ എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നാവിഗേഷനും 360 ക്യാമറ കാര്യങ്ങൾ എല്ലാം ഈ ഒരു ബഡ്ജറ്റിൽ ഭയങ്കര ഒരു അടിപൊളി ഒരു പ്രീമിയം സെറ്റപ്പിലാണ് ഈ ഒരു വാഹനം നമുക്ക് ഇറക്കിയിട്ടുള്ളത്. ഇതിൽ മെയിനായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു റേസിംഗ് ഗെയിംസ് വരെ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലെ കണക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അലക്സയെ നമുക്ക് വീട്ടിലെ അലക്സ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് നമുക്കിതിൽ വന്നിട്ടുള്ളത്. ഈ OTT പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ് അങ്ങനത്തെ നമുക്കൊരു അക്കൗണ്ട് ഇതിലുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ കാണാൻ സാധിക്കും. പിന്നെ നമുക്കൊരു ചെറിയൊരു AC വെൻ്റ് നല്ല രീതിയിലാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു AC വെൻ്റ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിൻ്റെ താഴെയായിട്ട് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ചാർജിങ്ങിൻ്റെ പോർട്ട് ഓപ്പൺ ആക്കുന്ന ഒരു സ്വിച്ചസും കാര്യങ്ങളും പിന്നെ നമുക്ക് ഡിക്ക് ഓപ്പൺ ആക്കുന്ന 360 ക്യാമറയുടെ ഒരു ബട്ടൺ നമുക്കിതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതൊരു ഫിസിക്കൽ 2 സ്വിച്ചസ് നമുക്ക് ഫാനിൻ്റെയും ACയുടെയും സ്വിച്ചസും കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ചാർജിങ് 2 സ്ലോട്ടും 2 വോൾട്ടിൻ്റെ ഒരു സ്ലോട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വയർലെസ് ചാർജിങ് നമുക്കിതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു റോട്ടറി സ്വിച്ചാണ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പാർക്കിങ്, റിവേഴ്സിങ്, ന്യൂട്രൽ ആൻഡ് ഡ്രൈവ്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്കൊരു പുള്ളിക്കാരൻ ഓടുന്നൊരു സൈന് നമുക്കിതിൽ കാണാം. ഇക്കോ മോഡ് ആൻഡ് സ്പോർട്സ് മോഡാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. ഇക്കോ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം നോർമലായിട്ട് ഓടിക്കണമെന്നും സ്പോർട്സ് ഓടിക്കുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഭയങ്കര ഫാസ്റ്റായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. നമുക്കിവിടെ ഒരു ഹാൻഡ് ബ്രേക്കിൻ്റെ സ്വിച്ചസും ഇതൊരു നോർമൽ സ്വിച്ചസ് ആയിട്ടാണ് നമുക്കിതിൽ വരുന്നത്. പിന്നെ ഒരു ചെറിയൊരു കപ്പ് ഹോൾഡറാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ആംബ്രസ്റ്റിൽ വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ സീറ്റിനെ പറ്റി പറഞ്ഞാൽ വെന്റിലേറ്റർ സീറ്റാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. 2 സീറ്റും വെന്റിലേറ്ററാണ്. നമുക്ക് പിന്നെ മാനുവൽ അഡ്ജസ്റ്റബിൾ സീറ്റാണ്, ഇലക്ട്രിക്കലി അല്ല. അത്യാവശ്യം നല്ലൊരു സീറ്റിംഗ് കംഫർട്ടാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കിതൊരു മെയിനായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു സിംഗിൾ സൺറൂഫ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ടതായിട്ട് നമുക്കിപ്പോൾ എല്ലാ വരുന്ന ടാറ്റയിലും വരുന്ന ഒരു ഇലുമിനേറ്റഡ് ലോഗോ ആണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. ഫോണിൻ്റെ സ്വിച്ചസ് പിന്നെ നമുക്കൊരു ക്രൂയിസ് കൺട്രോൾ നമുക്കിതിൽ വരുന്നുണ്ട്. ലെതർ സ്റ്റിച്ചിങ് ഒരു സ്റ്റിയറിംഗ് വീലാണ് നമുക്കിതിൽ വരുന്നത്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിൽ വരുന്നൊരു പാഡൽ ഷിഫ്റ്റ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു സ്പോർട്ടി ആയിട്ട് നമുക്കിതിൽ ഓടിച്ച് പോകാവുന്ന രീതിയിലുള്ളൊരു പാഡൽ ഷിഫ്റ്റാണ് നമുക്കിതിൽ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മീറ്റർ കൺസോളിൽ നമുക്കിതിൽ റേഞ്ചും നമുക്ക് കാര്യങ്ങളും ഇതിൽ കാണിക്കാൻ സാധിക്കും. നമുക്ക് ഇൻഫോടൈം സിസ്റ്റത്തിലുള്ള നാവിഗേഷൻ നമുക്ക് ഇതിലേക്ക് മാറ്റാൻ സാധിക്കും. നമുക്ക് ഈ ഒരു നാവിഗേഷൻ നോക്കി നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സുഖമായിരിക്കും നമുക്ക് ഓടിക്കാൻ. നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ബട്ടണും പിന്നെ പവർ വിൻഡോ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഡോർ സൈഡിലേക്ക് നമുക്കിതിൽ വരുന്നുണ്ട്. സീറ്റിലേക്ക് വരുമ്പോൾ നല്ലൊരു തൈ സപ്പോർട്ടും കാര്യങ്ങളും നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു അപ്പോൾസ്റ്ററി ഒരു സെറ്റപ്പിലാണ്. നമുക്ക് ഈ ഒരു സീറ്റ് ഇതും കാണുമ്പോൾ നമ്മൾ വെന്റിലേറ്റർ ആണെന്ന് ഓർക്കും, പക്ഷേ അല്ല, ഇത് ബാക്കിൽ നോർമൽ ഒരു സീറ്റാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ആം റെസ്റ്റ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു കപ്പ് ഹോൾഡറും കാര്യങ്ങളൊന്നും വരുന്നില്ല. അത്യാവശ്യം 2 പേർക്ക് നല്ല സുഖകരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു വാഹനമാണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ചാർജിങ് പോയിൻറ്റും AC വെൻറ്റും ഒന്നും വരുന്നില്ല, പക്ഷേ അത്യാവശ്യം നല്ലൊരു തണുപ്പും കാര്യങ്ങളാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ മെയിനായിട്ട് ഈ പഞ്ച് EVനെ പറ്റി നമുക്ക് പറയാനായിട്ടുള്ളത്. ഇഡിലം വണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാവരും ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും നല്ലൊരു EV വാഹനമാണ് നമുക്കിന്നത് ഇത് പറയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. പഞ്ച് EVനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്തൊരു വാഹനമാണ്. ഞാൻ ജസ്റ്റ് ഓടിച്ചു നോക്കി. എന്ന് വെച്ചാൽ ഭയങ്കര വെയ്റ്റ്ലെസ് വാഹനമാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു സെഗ്മെൻറ്റിൽ അടിപൊളിയാണ്. നെക്സോണേക്കാളും ഇത്രയും കൂടി ഒരു പവറും കാര്യങ്ങളും കൂടിയൊരു വാഹനമാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്കൊരു സാധാരണക്കാർക്ക് പറ്റിയൊരു പ്രൈസ് റേഞ്ചിലുള്ളൊരു വാഹനമാണ് നമുക്ക് ഈ ഒരു ടാറ്റ നമുക്ക് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീർന്നിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കണം. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.